കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് എപ്പോഴും ഉണ്ടാവുക? V1 ആണ്. ഡിഡ് കഴിഞ്ഞ ശേഷം verb V2 വരുമോ? വെൽക്കം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എന്താണ് കൺഫ്യൂഷൻ? ഈ സിമ്പിൾ പാസ്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാമേ എന്നൊരു സംശയം ഉണ്ടാവും. Hi friends, welcome to Fluent Happy Learning. ഇന്ന് നമ്മുടെ 14ാമത്തെ ഡേയിലാണ്. I'm so excited today because we are going to have a new session today. നമ്മൾ ഓൾറെഡി ഓക്സിലറി വെർബ്സിനെ പറ്റിയും അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയും ഡീൽ ചെയ്തിട്ടുണ്ട്. ജസ്വിൻ ഓർക്കുന്നുണ്ടോ? ഞാൻ ജസ്വിനെ ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ ഈ യൂട്യൂബ് ക്ലാസ് കാണുന്ന എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. As an introduction of my course, I have told you that we will be going with different activities where it will make you more simple to understand the tenses and grammar as well, right? And today I have already mentioned that the process where we go for to learn the tenses is with time technique, sense technique, right technique and formation sheet എന്ന രീതിയിലാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഡീൽ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ടെൻസിനെ പറ്റി ജസ്റ്റ് ഒരു റിവിഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക, അത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റിൻ, ടെൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാകാറുണ്ടോ ജസ്റ്റിനെ? എപ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്? സ്കൂളിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ അങ്ങനെ തെറ്റ് അനുഭവപ്പെടാറുണ്ടോ ജസ്റ്റിന്? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് റൂൾസ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ വരുന്ന റൂൾസ് നമുക്ക് അറിയത്തില്ല ടെൻസ് സംസാരിക്കുമ്പോൾ അല്ലേ? ജസ്റ്റിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന്റെ എല്ലാ ടെൻസിന്റെ രൂപങ്ങളും പറയാൻ പറ്റുമോ? ഇല്ല, പലപ്പോഴും പറയാൻ പറ്റില്ല. അതിന്റെ ഇമ്പോർട്ടൻസും ഇല്ല. കാരണം എന്താണ്? നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സംസാരിക്കാനും എഴുതാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതൊരു പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ടും ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് എറർ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വൈ വി മേക്ക് എ ജസ്റ്റ് ബേസിക് ഫോർ യു. ഓക്കേ ജസ്വിൻ, ലെറ്റ്സ് മൂവ് ദാറ്റ്. ഓൾറെഡി could you please tell me that tenses, Jashwin, which are the tenses? Present tense. Yes, present tense, past tense, future tense. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കണക്ഷൻ ഇല്ല. കാരണം പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? കുറേയുടെ മുമ്പിൽ നടന്നൊരു കാര്യമാണ് അല്ലേ? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ അല്ലെ? ഇത് കഴിഞ്ഞു പോയി. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. ഇനി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നതാണ്. അപ്പൊ നോക്കി ഒരു കണക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഒരു വ്യത്യസ്തമുള്ള രീതി. നോക്കിക്കോ, ഏതാണെന്ന് നോക്കിക്കോ. ഇതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പാസ്റ്റിനെ പറ്റി ആയിരിക്കും പറയുന്നത്. കാരണം എന്താ പാസ്റ്റിനെ പറ്റി പറയുന്നത്? നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യം. നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ ലൈഫ് എന്താണ്? ആദ്യം കഴിഞ്ഞ കുറെ കാര്യങ്ങളായിരുന്നു അല്ലെ? നമ്മൾ കുഞ്ഞു വാവയായിരുന്നു, വലുതായി, ഇങ്ങനെ വരുന്നു, പഠിക്കുന്നു. അത് ഓൾറെഡി കഴിഞ്ഞു പോയി. ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മുടെ പ്രസന്റ്. അപ്പൊ പാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റിലേക്ക് പോകും. അതിനുശേഷം ഇനി വരാൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ ജസ്റ്റിനെ? നമുക്ക് കണക്ഷൻ കിട്ടുന്നത് കഴിഞ്ഞു പോയ കാര്യം, ഇപ്പോഴത്തെ കാര്യം, ഇനി വരാൻ പോകുന്നത്. മറ്റല്ല നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പ്രസന്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. പ്രസന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു കണക്ഷൻ പുറകോട്ട് വരുന്നില്ല. നമ്മളൊരു കണക്ഷൻ, ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പോകത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. Okay, Yashwin? Yes. Here, when you see that in the older system, you will be able to always you study what the present, simple present, present indefinite, present continuous, that is progressive, present perfect continuous tense, that is progressive എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് സിമ്പിൾ, കണ്ടിന്യൂറ്റി ആൻഡ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന 3 രൂപങ്ങളിലൂടെ ആയിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഗ്രാമർ സെഷൻ, ടെൻസ് സെഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലെല്ലാം. അപ്പം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ആസ് ഐ ടോൾഡ് യു ജസ്വിൻ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് പാസ്റ്റ് ടെൻസ്. Okay? Yes. The past tense. What is in the past tense? That is in the simple past. A simple past. That's a simple past. After that, what it comes? Past continuous. Past continuous and
Past perfect. Yes, and the last one? Past perfect continuous. Past perfect continuous. ഇതിലും നോക്കിക്കേ നമുക്ക് എന്തോ ഒരു ലിങ്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് വരുന്നു, അതിനുശേഷം കണ്ടിന്യൂസ് വരുന്നത് എവിടെയാണ്? നാലാമത്തെ കണ്ടിന്യൂസ് വരുന്നത്. ഇത് തമ്മിലും ഈ പെർഫെക്റ്റ് നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കണക്ഷൻ വരുന്നില്ല. താനും ഇവിടെയാണ് കണ്ടിന്യൂസ് വരുന്നത്. കണ്ടിന്യൂസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കണ്ടിന്യൂസ് നാലാമത്തെ സ്ഥാനത്താണ്. നമ്മൾ ഇതിന്റെയും ഓർഡർ ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ജെഷിനെ, നമ്മൾ ഇതിന്റെ ഒന്ന് ഓർഡർ മാറ്റി നമുക്ക് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ളതായിരിക്കും നമ്മുടെ ക്ലാസ്. സീയിങ് ദ സിമ്പിൾ പാസ്റ്റ്, ഹൗ ഡു വി ഡു ഇറ്റ്? സിമ്പിൾ പാസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്? പാസ്റ്റ് ആണ്, പാസ്റ്റ്, പ്രസന്റ്, ദെൻ ഫ്യൂച്ചർ അല്ലേ? അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പ്രസന്റിൽ നടക്കുന്നതിൽ നിന്നും പുറകോട്ട് പോകുന്നതല്ലേ പാസ്റ്റ് എന്ന് പറയുന്നത്? അല്ലേ? പ്രസന്റ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ച് മുമ്പ് നടന്നതോ കുറേ നാളുകൾക്ക് മുമ്പ് നടന്നതോ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ ഇന്നലെ എന്തൊക്കെ ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിന് എന്തൊക്കെ പറയാൻ സാധിക്കും? നിങ്ങൾ ഇന്നലെ എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ കൊച്ചിയിൽ പോയി. ജസ്റ്റിൻ കൊച്ചിയിൽ പോയി. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി. പോയി എന്നല്ലാതെ വേറെ എന്തെങ്കിലും? ഭക്ഷണം കഴിച്ചു അല്ലെ? ഹോട്ടലിൽ പോയിട്ട് എന്ത് കഴിച്ചു? ഭക്ഷണം കഴിച്ചു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു രാവിലെ എഴുന്നേറ്റ് തൊട്ട് ക്രമം അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ലേ? പോയി, വന്നു, ഭക്ഷണം കഴിച്ചു, സിനിമ കണ്ടു എന്നൊക്കെയല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളെ പറ്റി മാത്രമാണോ നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാൻ പറ്റുന്നേ? മാത്രമാണോ? അല്ല. നമ്മുടെ അതെ ഉപയോഗിച്ച വെർബിന്റെ ഫോം ഏതാണെന്ന് അറിയോ? V2 നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? V2 ഓർക്കുന്നുണ്ട് അല്ലേ? അപ്പം I went, ഞാൻ പോയി. I ate, ഞാൻ കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെർബിന്റെ ഏത് രൂപമാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ ഏത് രൂപം? V1 ആണോ, V1s ആണോ, V2 ആണോ, V3 ആണോ, V4 ആണോ? V2 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു ചോദ്യം, ഇതിപ്പോ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇന്നലെ മുതൽ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി മാത്രം പറയുന്നതാണോ? അല്ല, പിന്നെ എപ്പോഴും കൂടി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ടുഡേ എടുക്കുമെന്ന് വിചാരിക്കുക. ടുഡേയിൽ ഞാൻ സംസാരിക്കുന്നത് ഇപ്പം 11 AM ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 11 AM സംസാരിക്കുകയാണെങ്കിൽ ഈ 10 AM എന്ന് പറയുന്നത് എപ്പോൾ നടക്കുന്ന കാര്യമാണ്? അത് പാസ്റ്റ് നടക്കുന്ന കാര്യങ്ങളാണോ? അതെ. ഉറപ്പാണോ? അതെ. അതായത് നാം ഇപ്പൊ നിൽക്കുന്ന സമയം കഴിഞ്ഞു പോയ ഏതൊരവസ്ഥയും എന്താണ്? പാസ്റ്റ് ആണ്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് എന്നൊരു ചിന്തയുണ്ട് അല്ലെ? ആ ചിന്തയിൽ മാറ്റം വരേണ്ടതാണ്. ഇന്നാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ 3 മണിയാന്ന് വിചാരിക്കുക, ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ 3 മണിക്കാണ്, 3 PM. അങ്ങനെയാണെങ്കിൽ ഈ 2 PM ഏതായിട്ട് വരും? 1 PM അതായത് ഇങ്ങോട്ടുള്ള എല്ലാ സമയവും എന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടു മുമ്പ് നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? പാസ്റ്റിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മളിപ്പോ വെർബിന്റെ ഫോം ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ജസ്റ്റ് വെർബ് നോക്കിക്കേ, ഏതൊക്കെയാണ് വെർബ് ഫോം ഉള്ളത്? V1, V1s, V2, V3 and V4 എന്നുള്ളതാണ്. അതിൽ സിമ്പിൾ പാസ്റ്റ് ഏതാ ഉപയോഗിക്കുന്നത്? V2 ആണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി നമ്മൾ വെന്റ് എന്ന് കണ്ടിരുന്നു അല്ലേ? ഞാൻ പോയി, I went, ഞാൻ പോയി എന്ന് കണ്ടിരുന്നു. അതായത് സിമ്പിൾ പാസ്റ്റില് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇത് മാത്രമേ ഉള്ളൂ, വെർബിന്റെ V2 ഫോം ആണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിയേ, ഓക്സിലറി വെർബ്സ് നോക്കിയേ, ഹാഡ്, വാസ്, വേർ, ഡിഡ് കണ്ടില്ലേ? അത് സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ ഏതാ? നമ്മള് ഹാസിന്റെ ഏത് ഫോമാ ഉപയോഗിക്കുന്നത്? ഹാവിന്റെ ഏത് ഫോമാ ഉപയോഗിക്കുന്നത്? V2 ഫോം ആണ്. ഏതാണ് V2 ഫോം? ഹാഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആം, ആറിന്റെ ഏത് ഫോം ഉപയോഗിക്കും? വാസ്, വേർ ഉപയോഗിക്കും. ആൻഡ് ഡൂവിന്റെ ഡിഡ് ഉപയോഗിക്കും. അപ്പൊ നമ്മളിവിടെ കണ്ടു എന്തുകൊണ്ടാണ് വോസും വേറും ഒരുമിച്ച് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? രണ്ടും V2 ആണ്. അത് എന്തുകൊണ്ട് അവിടെ രണ്ടെണ്ണം വന്നേ? വോസും വേറും വരാൻ കാരണം എന്താണ്? വോസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് വരുന്നത്. വേറെന്ന് പറയുന്നതോ പ്ലൂറലിന്റെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഹാഡും ഡിഡും തമ്മിലോ? ഹാഡ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഓരോന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഓരോന്ന് മാത്രം വന്നിരിക്കുന്നത് അവിടെ? രണ്ട് V2 ആയതുകൊണ്ട്.
ആ രണ്ട് V2 ആണ്. അതുപോലെ തന്നെ സിംഗുലറും പ്ലൂറലും ആണെങ്കിൽ ഏതാ വരിക? ഒന്നേ വരുള്ളൂ അല്ലേ? സിംഗുലറിന്റെ കൂടെ വേറെ ഒന്ന്, പ്ലൂറലിന്റെ കൂടെ വേറെ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഡിഡ് രണ്ടിന്റെ കൂടെയും വരും. ഹാഡും അതുപോലെ രണ്ട് സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും ഹാഡ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് മാത്രമുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിന്നെ നമുക്ക് V3 V4 എന്ന് പറയുന്നത് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ നോക്കുകയേ വേണ്ട. നമുക്കിപ്പോൾ V2 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? Let's take an example. Jashin, please read the sentence. Yesterday, John rose early and had breakfast. Okay. He commuted to work and attended meetings. After work, he went to the gym. Okay. In the evening, he cooked dinner, watched TV, and read a book before going to bed. Very good. And could you please tell me what are the V2 form here? Had. First one is it had before the yesterday എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്നലെ എന്നൊരു അർത്ഥം മനസ്സിലായി അല്ലേ? Yes. Yesterday എന്ന് പറയുമ്പോൾ തന്നെ ആ കൺസെപ്റ്റ് മൊത്തത്തിൽ മനസ്സിലായി. ഇത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി പറയുന്നതെന്ന് ആദ്യത്തെ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതിനുശേഷം ജോൺ റോസ് ഏർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും V2 ഉണ്ടോ? ഉണ്ട്. ഏതാണ്? റോസ്. റോസ് എന്ന് പറയുന്നത് എഴുന്നേറ്റു എന്ന് പറയുന്നത്, റോസ് എന്ന് പറയുന്നത് V2 ഫോം ആണ്. Then where is another one? Had. ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ് അല്ലേ? ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ഹാഡ് ഓക്സിലറി വെർബ്സ് ആയിട്ടല്ല, ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. Then what is another one? Commuted. കമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ വരുന്നതിനെയാണ് കമ്മ്യൂട്ടഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾസോ V2. Then next one. Attended. Attended എന്ന് പറയുന്നത് ഏതാണ്? That's also V2. Then after the workന് ശേഷം എന്ത് ചെയ്തു? Went. He went to the gym. Went എന്ന് പറയുന്നത് V2 ആണ്. Then another one. ഈവനിങ്ങിൽ എന്ത് സംഭവിച്ചു? Cooked. He cooked dinner അല്ലേ? cooked എന്ന് പറയുന്നതും V2 ആണ്. Then next one what it is? Watched. എന്താ വാച്ച് ചെയ്തേ? TV വാച്ച് ചെയ്തു. Then is there anything else? Read. read നോക്കിയേ, READ എന്ന് പറഞ്ഞാൽ read and read സ്പെല്ലിംഗ് സെയിം ആണ്. പ്രസന്റിൽ വരുമ്പോൾ റീഡ് എന്നും പാസ്റ്റിൽ വരുമ്പോൾ എന്തെന്ന് പറയും? റെഡ് എന്നും പറയും അല്ലേ? അങ്ങനെയല്ലേ യേശുനെ? Yes. റെഡ് എന്ന് പറയും. അപ്പൊ അതും V2 ആണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? I read a book going to bed. അപ്പൊ ഒരു സംഭവം മനസ്സിലായി. ആദ്യത്തെ കാര്യം തന്നെ യെസ്റ്റർഡേ എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലായി, അത് പാസ്റ്റ് ടെൻസിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന എല്ലാ വെർബ് ഫോമുകളും V2-ലാണ്, വേറെ ഒരു ചേഞ്ചും ഇല്ല അതിൽ അല്ലേ? V2-ലാണ് വന്നിരിക്കുന്നത്. നമ്മൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞൊരു വാക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് കഴിഞ്ഞു പോയതാണ്. അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഫോമുകളെല്ലാം എന്തിലാണ്? V2-ലാണ്. സംശയം ഉണ്ടോ അതില്? ഉണ്ടോ? റോസ് എന്ന് പറഞ്ഞു, ഇവിടെ കണ്ടോ റൈസ് കിടക്കുന്നുണ്ട് V1-ല്, റൈസസ് ഉണ്ട് V1S-ല് കണ്ടോ, റോസ് കണ്ടോ ഇവിടെ കിടക്കുന്ന ഫോമില് V2. അത് V2 ആണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞ റോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെ നമുക്കൊന്ന് നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? How can we make the negative? നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് ഇതിനെയൊക്കെ എങ്ങനെ നെഗറ്റീവ് ആക്കാന്നുള്ളത്. ഇതിനെ നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? Please tell me that. How can we change this one as a negative? Not add ചെയ്യുക. ഇതിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം മതി, ഇതിന്റെ കൂടെ റോസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യണം? അതായത് V2 വേർബ് ഉള്ളതിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് അതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ റോസിന്റെ അടുത്ത് നിന്നും എന്തെടുക്കണം? നമ്മള് ഡിഡ് എടുക്കണം. നോക്കിക്കേ, ഇത് ഓൾറെഡി നമ്മൾ ആദ്യം ചെയ്ത് ശരിയാണെന്ന് നോക്കിയാൽ റോസ് അടയാളപ്പെടുത്തിയായിരുന്നു, ജസ്വിൻ ഹാഡ് അടയാളപ്പെടുത്തിയായിരുന്നു, കമ്മ്യൂട്ടഡ് അടയാളപ്പെടുത്തിയായിരുന്നു, അറ്റൻഡഡ് ശരിയാണ്, വെന്റ് ശരിയാണ്, കുക്ക്ഡ്, വാച്ച്ഡ് ആൻഡ് റെഡ്. ഓക്കേ, ജസ്വിൻ ഗോട്ട് എ സ്റ്റാർ. ഈ യൂട്യൂബിൽ കാണുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാർ ഉണ്ട്. ഇവിടെ ശരിയാക്കിയ എല്ലാവർക്കും, യൂട്യൂബിൽ കണ്ട് ശരിയാക്കിയ എല്ലാവർക്കും സ്റ്റാർ ഉണ്ട്. നിങ്ങൾ പറയണം, കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സ്റ്റാർ കിട്ടിയോ ഇല്ലയോ എന്ന് പറയണം. ഓക്കെ, ആർ യു ഷുവർ? മേക്ക് ഇറ്റ്. ദെൻ നമ്മൾ നോക്കി അടുത്തതിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാൻ സാധിക്കും? നെഗറ്റീവ് ആക്കുന്നത് നോട്ട് ആഡ് ചെയ്യണം. നോട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? ഇതാണോ, ഇവിടെ നോട്ട് ഉണ്ട്, ലെറ്റ്സ് ചേഞ്ച് ദ ഇങ്ക്. ഇവിടെ നോട്ട് ഉണ്ട്, ഇവിടെ നോട്ട് ഉണ്ട്, then here also not, then here there is not.
നോട്ട് ആഡ് ചെയ്യണം. നോട്ട് ആഡ് ചെയ്തതിന് മുമ്പ് ഒരു വർക്ക് ചെയ്യണമായിരുന്നു അല്ലേ? ഇവിടെ കഴിഞ്ഞ് റോസ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അതിൽ നിന്നും എന്ത് പുറത്തേക്ക് എടുത്തു അല്ലെ? നമ്മളെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക, എക്സ്ട്രാക്ട് ചെയ്യുക, പിരിച്ചെടുക്കുക. എന്ത് പിരിച്ചെടുത്തായിരുന്നു? ഡിഡ് പിരിച്ചെടുത്തു കേട്ടോ. ഡിഡ് പിരിച്ചെടുത്ത് കഴിഞ്ഞു, അതിന്റെ കൂടെ നോട്ട് ചേർത്തു. അപ്പം റോസ് എന്ന് പറഞ്ഞത് ഏത് രൂപമായി മാറി? V1 ആയി മാറി അല്ലെ? റോസ് എന്ന് പറഞ്ഞ ഏതുമായി? V1 മാറി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റൂളിൽ പഠിച്ചിരുന്നു, ഡിഡ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് എപ്പോഴും ഉണ്ടാവുക? V1 ആണ്. ഡിഡ് കഴിഞ്ഞ ശേഷം വേർബ് V2 വരുമോ? ഇല്ല, ഒരിക്കലും ഡിഡ് കഴിഞ്ഞ ശേഷം V2 വരില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അത് V1 ആണ്. Did not have breakfast. ഇവിടെ had ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? had നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ഒരു നോട്ട് ചേർത്തു. had ഡിഡ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പം had എന്തായി മാറി? did not have ആയി മാറി അല്ലേ? had have ആയി മാറി. ഫുൾ സെന്റൻസ് വന്ന് എന്തായി? did not have. സെന്റൻസിൽ ഒരു ചേഞ്ചും ഇല്ലേ? വേറെ ചേഞ്ചസ് ഒന്നുമില്ല സെന്റൻസിൽ. ഏതെങ്കിലും ചേഞ്ച് വേറെ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതിലെ കമ്മ്യൂട്ടഡ് എന്നായിരുന്നു വന്നിരുന്നത്. കമ്മ്യൂട്ടഡിന്റെ അവസ്ഥ എന്തായി? കമ്മ്യൂട്ടഡ് എന്ത് ചെയ്തു? did not commute. ഡിഡ് എടുത്തു. ഡിഡ് എടുത്തതിന്റെ കൂടെ നോട്ട് ചേർത്തു. എന്നിട്ടോ കമ്മ്യൂട്ടായി. ഇഡി ഒഴിവായി. അവിടുത്തെ ഇഡി മായ്ച്ചു കളഞ്ഞു. എന്തുകൊണ്ട് മായ്ച്ചു കളഞ്ഞേ? ഡിഡ് ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ട് അല്ലേ? പാസ്റ്റ് ഫോം പുറത്തേക്ക് എടുത്തത് കൊണ്ട്. അതുപോലെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. നോക്കിയേ, ഡിഡ് നോട്ട് കമ്മ്യൂട്ട് ടു വർക്ക് ഓർ അറ്റൻഡ് മീറ്റിംഗ്സ്. ഡിഡ് നോട്ട് എന്നിവിടെ വീണ്ടും വരാത്തതിന്റെ കാരണം ഇവിടെ നമ്മൾ എന്ത് ഓർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയതുകൊണ്ടാണ് നമുക്ക് എന്തിന്റെ ആവശ്യമില്ലാത്ത വീണ്ടും റിപ്പീറ്റേഷൻ ആവശ്യമില്ലാത്തത്. ആഫ്റ്റർ ദ വർക്ക് ഹി ഡിഡ് നോട്ട് ഗോ ടു ദ ജിം. കണ്ടോ? വെന്റ് എന്തായി മാറി? വെന്റ് എന്തായി മാറി? did not go ആയി മാറി. Then what is the next one? Did not cook. അപ്പോൾ cook എന്തായിരുന്നു? cooked ആയിരുന്നു. cooked എന്നുള്ളത് cook ആയി മാറി. കിട്ടുന്നുണ്ടല്ലോ? അപ്പോൾ ഇവരെ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, വെർബിന്റെ V2 ഫോം ഉപയോഗിക്കുക. ആ സെയിം സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കി എഴുതാനും സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. V2 എന്ന വെർബിൽ നിന്നും ഡിഡിനെ നമ്മൾ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതുക. അപ്പം V2 എന്നുള്ളത് എന്തായി മാറും? V1 ആയി മാറും. ക്ലിയർ ആണോ? V2 എന്നുള്ളത് V1 ആയി മാറും. Then two examples അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഒന്ന് വായിച്ചേ. ജോൺ റോസ് ഏർലി. അത് നെഗറ്റീവ് ആക്കിയപ്പോൾ എന്തായി? John did not rise early. John did not. ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. റോസ് എന്ന് പറഞ്ഞാൽ റൈസ് ആയി, then ഇതിന്റെ കൂടെ ഡിഡ് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് നോട്ട് ചേർത്തു. അങ്ങനെയാണെങ്കിൽ he commuted to work എന്നാണ് ജസ്റ്റിനെ? He did not commute to work. Okay, and the third one? He did not go to the gym. Did not go to the gym. Went എന്നുള്ളത് എന്തായി? Did not go എന്നായി. ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. ഇപ്പഴും വരെ ക്ലിയർ ആണോ? ഫാസ്റ്റിലാണോ പോകുന്നത്? അല്ലല്ലോ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക, മറക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു. ഡു ഡസ് ഡിഡ് എന്ന വേർബ് ഓക്സിലറി വേർബ് വന്നതിന് ശേഷം മെയിൻ വേർബ് ഏതായിരിക്കും വരിക? V1 ആയിരിക്കും വരിക. അത് തന്നെയാണ് നമ്മൾ പ്രീവിയസിൽ കണ്ടത് അല്ലേ? ഇത് കണ്ടോ? റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈസ് എന്ന് കണ്ടു, കമ്മ്യൂട്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ട് എന്ന് കണ്ടു, വെന്റ് എന്ന് പറഞ്ഞത് ഗോ എന്ന് കണ്ടു അല്ലേ? വെന്റ് എന്ന് പറഞ്ഞാൽ ഗോ എന്ന് കണ്ടു. കാരണം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ്? ഡിഡ് വന്നു, റൈറ്റ്? അതേപോലെ ഉള്ളതാണ് ഡു വന്നാലും ഡസ് വന്നാലും ഡിഡ് വന്നാലും നമുക്ക് വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ വായിച്ചേ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് റീഡ് ദ എക്സാമ്പിൾ. Do they walk their dog every morning? Do they walk their dog every morning? Do കഴിഞ്ഞപ്പോൾ walk എന്ന് പറയുന്നത് V1 ആണ്. Then next one. He does not go to the gym on weekends. ഇവിടെ does വന്നു. അപ്പോൾ എന്ത് വന്നു? അവിടെ V1 വന്നു. Then did you eat breakfast this morning? Did വന്നു. അവിടെ eat ആയി V1 വന്നു. മനസ്സിലാക്കേണ്ട ഒരു നിയമം ഇതാണ്.
ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വെർബിന്റെ V1 ആയിരിക്കും. മനസ്സിലേക്ക് പതിയുക. ഈ റൂൾ എല്ലായിടത്തും സെയിം ആയിരിക്കും കേട്ടോ, അതിലൊരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് ഈ നിയമം നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരട്ടെ. Then when you come, നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എന്താണ് കൺഫ്യൂഷൻ? ഈ സിമ്പിൾ പാസ്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാമേ എന്നൊരു സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലേക്ക് വരും. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് 1-2 എക്സാമ്പിൾ പറയാം. സാധാരണ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് 1-2 എക്സാമ്പിൾസ്. ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വൺ. പാസ്റ്റ് ആക്ഷന്റെ കൂടെ സംഭവിക്കും. പാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ആക്ഷൻ അല്ലെ, അതിനാണ് സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞുപോയ ആക്ഷൻ, അതിന് കൂടെ എല്ലായ്പ്പോഴും തന്നെ എന്തുണ്ടാവും? സ്പെസിഫിക് ടൈം ഉണ്ടാവും. സ്പെസിഫിക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ സമയം പറയുന്നുണ്ടാവും ഏകദേശം എല്ലാ അവസരത്തിലും. ഇൻ കേസ് അങ്ങനെ ഒരു സമയം പറയുന്നില്ല എങ്കിൽ ആ സെന്റൻസ് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അതിന് മുൻപുള്ള സെന്റൻസിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ ഏകദേശം ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് ഓടി എന്നൊക്കെ പറയാന്ന് വിചാരിക്കുമോ? ജസ്വിൻ നന്നായിട്ട് ഓടി എന്നാണ് ഒരു സെന്റൻസ് പറഞ്ഞതെങ്കിൽ അതിന്റെ തൊട്ട് മുൻപിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ ഏതെങ്കിലും ഒരു ഇവന്റിനെ പറ്റിയോ ഏതെങ്കിലും ഒരു വർഷം നടന്ന സ്പോർട്സിനെ പറ്റി എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊരു സംഭവത്തെ പറ്റി ആയിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോഴാണ് പറയുന്നത് എന്ത്? ജസ്വിൻ നന്നായിട്ട് ഓടി എന്ന് പറയുന്നത്. അപ്പം എന്തുണ്ട്? അതിലൊരു ടൈം ഉണ്ട്. എവിടെ? അതിന്റെ പ്രീവിയസ് സെന്റൻസിലാണെന്ന് മാത്രമേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് ടൈം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ലുക്ക് ദ എക്സാമ്പിൾ, ജസ്റ്റ് റീഡ് എക്സാമ്പിൾ. I used to play tennis every weekend when I was younger. Before that, could you please read that she finished her homework yesterday? Past action with a specific time. She finished her homework yesterday. Yes, she finished. കണ്ടോ? ഏതാണ്? V1 ആണോ V2 ആണോ? V1 ആണോ V2 ആണോ? V2 finished. അവിടെ ഒരു സമയം പറഞ്ഞിട്ടില്ലേ? Past action ആണ്. Then next one, second one, what is that? They visited Paris last summer. They visited എന്ന് പറയുമ്പോൾ എന്ത് വന്നു? V2 വന്നു. ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ടൈം പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സമയം പറയാതെയും നമുക്ക് പറയാൻ സാധിക്കാറുണ്ട് അല്ലേ? She finished her homework എന്ന് പറയാറുണ്ട്. അതിൽ yesterday എന്ന് സമയം പ്രത്യേകിച്ച് പറയണമെന്നില്ല. അപ്പൊ എന്തായിരിക്കും? നമ്മൾ അങ്ങനത്തെ ഒരു ഹോംവർക്കിനെ പറ്റിയോ ഒരു ദിവസത്തെ പറ്റിയോ ഇതിനു മുമ്പ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലായിരിക്കും പറയുന്നത്. അതായത് പാസ്റ്റ് ആക്ഷൻ, കഴിഞ്ഞു പോയ സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അതിൻ്റെ കൂടെ സമയവും നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ഫോം എന്ന് പറയും. സ്ട്രെസ്ഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഡു ആൻഡ് ഡിഡ് ഡസിന്റെ കൂടെ നമ്മൾ പഠിച്ചിരുന്നു. ഡിഡോ ഡുവോ ഡസോ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സെന്റൻസ് വെർബിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്ട്രെസ്ഡ് ഫോം ആണ്. അങ്ങനെയാണ് എക്സാമ്പിൾ നോക്കിക്കേ. എന്താണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്? He did watch the movie. He did watch the movie. അതും he watched the movie എന്ന് പറയുന്നതും സെയിം ആണ്. പക്ഷേ he did watch the movie എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുന്നതാണ്. മീനിങ്ങിലെ വ്യത്യാസം വളരെ വ്യത്യാസം വരാൻ he watched the movie എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി ഫോഴ്സ് പറയണം. അവൻ അത് കണ്ടു എന്ന് പറയുന്നത്, മൂവി കണ്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡിഡ് ഫോം. അങ്ങനെ സ്ട്രെസ് ചെയ്യുന്ന പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കാര്യം എന്താണ്? നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സ്, നമ്മളിങ്ങനെ ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെ, പാസ്റ്റിൽ ഇങ്ങനെ ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ വായിച്ചേ. I used to play tennis every weekend when I was younger. Yes, I used to play. ഞാൻ കളിക്കുമായിരുന്നു എന്ന്. When I was younger, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ കളിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല? കളിക്കുന്നില്ല. അതാണ് നമ്മളെന്ന് പറയുന്നത് പാസ്റ്റ് ഹാബിറ്റ്സ്. അന്ന് ചെയ്യുമായിരുന്നു, ഇന്ന് നാം എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യുന്നില്ല എന്നൊരർത്ഥത്തിന് വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. Next one, what is the next exercise? My parents used to take me to the beach every summer vacation. In the summer vacation എന്ത് ചെയ്യുമായിരുന്നു? എന്റെ പാരന്റ്സ് ബീച്ചിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇന്ന് കൊണ്ടുപോകുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. മൈ പാരന്റ് യൂസ്ഡ് ടു ടേക്ക് മീ ടു ദ ബീച്ച്. എന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എവറി സമ്മർ വെക്കേഷൻ. ഇതിപ്പോ കുറച്ച് വലുതൊക്കെ അതിന് ശേഷമായിരിക്കും പറയുന്നത്. എന്നെ പണ്ട് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു, പക്ഷെ ഇപ്പോഴെന്തില്ല? കൊണ്ടുപോകുന്നില്ല എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ഹാബിറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് കാണിക്കും? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഷോർട്ട് ഫോം നമുക്ക് ഓർത്തിരിക്കാം. PDP എന്ന് ഓർത്തേച്ചാൽ മതി. എന്താണ് P? ജസ്റ്റ് ഫസ്റ്റ് വൺ P എന്താണ്? പാസ്റ്റ്
ആക്ഷൻ കഴിഞ്ഞു പോയത് അല്ലേ. ഡി എന്താണ്? ഡിഡ് വിത്ത് സ്ട്രെസ്ഡ് ഫോം. പി എന്താണ്? ലാസ്റ്റ് പി എന്താണ്? പാസ്റ്റ് ഹാബിറ്റ്സ്. അപ്പോൾ നിങ്ങൾ PDP എന്ന ഒരു ഷോർട്ട് ഫോം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്ന അവസരങ്ങളിലൊക്കെയാണ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ പാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതല്ലാതെ പല സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് അവസരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവസരങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതല്ലാതെ ഉള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൽ കമന്റ് ചെയ്യുക. ഇങ്ങനെ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, ദെൻ അടുത്ത് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് തന്നെ അതിന്റെ സ്ട്രക്ചർ എന്താണ്? അതിന്റെ സ്ട്രക്ചർ അതായത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ സ്ട്രക്ചർ എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 അതാണ് സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V2 ആണ്. നെഗറ്റീവ് ആണെങ്കിലോ subject plus did plus not plus V1. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഈ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ V2 എന്ന് പറയുന്നത് V1 ആയിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡിഡും നോട്ടും കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഡിഡ് വരുന്നുണ്ട്, നോട്ട് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ V1 എന്ന അതായി മാറുന്നുണ്ട്. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 എന്നും നെഗറ്റീവ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 ആണ് വരുന്നത്. പിന്നെ PDP നിങ്ങൾ ഓർക്കുക. ഈ 3 അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇത് പതിഞ്ഞിരിക്കും. നിങ്ങൾക്ക് വേറെ ഒരു സംശയം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാസ്റ്റ് ഫാമിലി, പ്രസന്റ് ഫാമിലി എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഓക്സിലറി വെർബ്സിനെ പറ്റി ഇവിടെ കണ്ടോ ഏതൊക്കെയാണ് പാസ്റ്റ് ഫാമിലിയിൽ വരുന്നത്? was, were, did, yes, had. was, were, did, had എന്ന് പറയുന്നതാണ് പാസ്റ്റ് ഫാമിലി വരുന്നത്. എന്നാൽ പ്രസന്റിന്റെ ഫാമിലിയിൽ ഏതൊക്കെ വരും? Is, am, are, does, do, has, have. ഇതാണ് പ്രസന്റ് ഫാമിലി വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ടും ഈ പാസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് was, were, did, had ആയിരിക്കും. ഇവിടെ നമ്മൾ was, were, did, had നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ച V2 വെർബിന്റെ V2 ഫോം ആണ്. അടുത്ത കണ്ടിന്യൂസ് വരുമ്പോഴും പെർഫെക്റ്റ് വരുമ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ഫാമിലിയും പ്രസന്റ് ഫാമിലിയും മനസ്സിലേക്ക് ഓർത്തിരിക്കുക. ദെൻ PDP എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. ഓക്കെ ജശ്വി, യൂട്യൂബിൽ കണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ നന്നായി വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടന്റ്. ഇത് ക്ലാസ് ഒരു പ്രാവശ്യം കേട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എന്താവില്ല, ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആവില്ല. അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് നിങ്ങൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങൾ പെർഫെക്റ്റ് ആവുന്നത്? നിങ്ങൾ ഈ സിമ്പിൾ പാസ്റ്റിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ സെന്റൻസുകൾ മാക്സിമം എഴുതി കമന്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അത് നിങ്ങൾ ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ മിററിന്റെ മുമ്പിലോ നിങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ, പാരന്റ്സിന്റെ കൂടെ, ആരുടെ കൂടെയാണെങ്കിലും നിങ്ങൾ സംസാരിക്കണം. സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആവോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇറ്റ്സ് സോ സിമ്പിൾ എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ സംസാരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നമുക്ക് അടുത്ത ടെൻസിന്റെ അടുത്ത ഫോമുമായിട്ട് വരുന്നതാണ്. അതുവരെ അതിന് മുമ്പ് ഞാൻ പറയാനുള്ളത് കാര്യം, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യാൻ മറക്കരുത്. സോ മീറ്റ് യു നെക്സ്റ്റ് ഡേ. ബൈ ബൈ.